യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. ചേച്ചി പോയിക്കോ, ഞാനും പോവാ. അവിടെ നിൽക്കതേ. മരിക്കാനായിരുന്നെങ്കിൽ നീ എന്തിനാ എന്റെ അടുത്തേക്ക് വന്നത്? അയാളോട് മരിച്ചു കളയുമെന്ന് പറഞ്ഞിട്ട് അതങ്ങ് ചെയ്താ പോരായിരുന്നു നിനക്ക്? ഞാൻ നിന്റെ ചേച്ചിയാ. നീ എന്റെ അടുത്ത് വന്ന് ഇങ്ങനൊരു സങ്കടം പറഞ്ഞ സ്ഥിതിക്ക് നിന്റെ ജീവനും മാനവും രക്ഷിക്കേണ്ട കടമ എനിക്കുണ്ട്. ഞാനത് ചെയ്തിരിക്കും. ചേച്ചി, അതെ, ഇനി നിന്റെ ജീവിതം വിനയൻ അപവാദം പറഞ്ഞില്ലാതാക്കുമെന്ന് നീ ഭയക്കണ്ട. അയാൾ ഇനി നിന്നെക്കുറിച്ച് ആരോടും ഒന്നും പറയില്ല. അത് ഞാൻ നോക്കിക്കോളാം. ചേച്ചി ചേച്ചി എന്ത് ചെയ്യാനാ ഉദ്ദേശിക്കുന്നത്? അത് നീ അറിയേണ്ടതേ. ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ പല കോംപ്രമൈസും നടക്കും. അതൊക്കെ എനിക്ക് നിന്നോട് പറയാൻ പറ്റൂ. നീ ധൈര്യമായിട്ട് പോയിക്കോ. ആ ഹോട്ടലല്ലേ നീ വന്നേ? അതെ, ചേച്ചി ഇങ്ങോട്ട് വാ, നമുക്ക് ഒരുമിച്ച് പോവാം. ഞാൻ വീടിനടുത്ത് ഇറക്കിത്തരാം. അത് വേണ്ട, നീ പോയിക്കോ. എനിക്ക് ഉടനെ അടുത്ത ബസ് വരും. വേഗം പോയിക്കോ ദേ. മോളെ. ആ അച്ഛാ, അമ്മയ്ക്കിപ്പോ എങ്ങനെയുണ്ട് അച്ഛാ? ഓ, അച്ഛനമ്മയെ കാണാൻ പറ്റിയില്ലേ? ഇല്ല മോളെ, ഇപ്പോഴും അവരെന്നെ കാണാൻ പറ്റില്ല. പാറാവ്യാധി വീണ്ടും പടരാതിരിക്കാനുള്ള മുൻകരുതലാവും. നമ്മളതനുസരിച്ചല്ലേ പറ്റൂ. കഷ്ടാണല്ലോ അച്ഛാ കാര്യങ്ങള്. അച്ഛനോട് ഇനി അങ്ങോട്ട് ചെല്ലണ്ടെന്ന് ഡോക്ടർമാര് പറഞ്ഞോ? അങ്ങനെയൊന്നും പറഞ്ഞില്ല. ഈ മരുന്നും ആഹാരവും ഒക്കെ എത്തിച്ചു കൊടുക്കാൻ പുറത്താരും ഇല്ലെങ്കിലേ അകത്ത് കിടക്കുന്ന രോഗിയുടെ കാര്യം വലിയ കഷ്ടാ. ആരും പിന്നെ അവരെ ശ്രദ്ധിക്കില്ല. പിന്നെന്താ അച്ഛൻ ഇങ്ങ് പോന്നത്? അത് എന്റെ കയ്യിലുള്ള കാശൊക്കെ തീർന്നു ചേരും. പിന്നെ എന്നോട് കുറച്ച് കാശ് ചോദിക്കാനാ വന്നത്. പെറ്റമ്മയുടെ ചികിത്സയ്ക്കെന്ന് പറഞ്ഞിട്ടും അവന്റെ കൈ ചില്ലി കാശില്ലത്രേ. മാറത്ത കൈ കുപ്പ് തേക്കാത്തവൻ. അച്ഛാ, എനിക്കിന്ന് ആദ്യത്തെ സാലറി കിട്ടിയത്. ഇത് അച്ഛൻ വാങ്ങണം. അയ്യോ മോളെ, നിനക്ക് കിട്ടിയ ആദ്യത്തെ സാലറി അല്ലേ? എന്റെ കയ്യിലല്ലേ ഇത് തരേണ്ടത്. ഇത് മോളെ പഠിപ്പിച്ചു വളർത്തിയ സ്വന്തം അച്ഛനെയാണ് ഏൽപ്പിക്കേണ്ടത്. വേണ്ട അച്ഛാ, എന്റെ കുടുംബം ഇപ്പൊ ഇതല്ലേ. ഇവിടെ ജീവിക്കുമ്പോഴല്ലേ എനിക്ക് ജോലി കിട്ടിയതും ഞാൻ ജോലിക്ക് പോയി തുടങ്ങിയതും. അച്ഛൻ ഇത് വാങ്ങിക്കണം. അമ്മയുടെ ചികിത്സയ്ക്ക് വേണ്ടി ഇത് ഉപയോഗിക്കണം. അതിലും വലിയ പുണ്യം വേറെ ഇല്ല അച്ഛാ. അച്ഛൻ ഇത് വാങ്ങിക്കേ. മോളെ, അങ്ങനെയാണെങ്കിൽ നീ ഇത് വിനയന്റെ കൊണ്ട് കൊടുക്ക. നിനക്ക് ആദ്യമായിട്ട് കിട്ടിയ ശമ്പളമാണെന്ന് പറ. ചിലപ്പോ ഇതുകൊണ്ട് അവന്റെ കണ്ണു തുറന്നാലോ. മടിക്കണ്ട മോളെ. ആദ്യ ശമ്പളം ഭാര്യ ഭർത്താവിനെ ഏൽപ്പിക്കുന്നതിലും ഒരു ഗുരുത്വമൊക്കെ ഉണ്ട്. മോള് കൊണ്ടുപോയി കൊടുക്ക്. എന്നിട്ട് ഇതിൽ നിന്നും അമ്മയുടെ ചികിത്സയ്ക്കായിട്ടുള്ള പണം വാങ്ങിച്ചിട്ട് എനിക്ക് തന്നാ മതി. ശരി അച്ഛാ. എന്തായത്? എന്റെ ആദ്യത്തെ സാലറിയാ. വിനേട്ടന് ഇത് വാങ്ങണം. കൊള്ളാം. ഞാനിത് വാങ്ങിയ നിനക്ക് ദിവസവും ഒരുങ്ങിക്കെട്ടി പോവാനുള്ള ലൈസൻസ് ആയല്ലോ അല്ലേ? ആ ദാ അങ്ങോട്ട് കൊടുക്ക. മരുമകൾക്ക് എന്തിനും ചൂട്ടുപിടിച്ചു കൊടുക്കുന്ന അമ്മായിയപ്പനല്ലേ? ഇത്രയും നേരം എന്നോട് കാശിന് ഇരക്കുമായിരുന്നു. എടാ, ഞാൻ ഇരുന്നതേ നിന്റെ അമ്മയ്ക്ക് വേണ്ടിയാ. പെറ്റമ്മയുടെ ജീവൻ രക്ഷിക്കണമെന്ന് നിനക്ക് ആഗ്രഹമില്ലെങ്കിലും ലതികയെ രക്ഷിക്കണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. അതിനുവേണ്ടിയാ
ചീരുവളുടെ ശമ്പളം എന്റെ കയ്യിലേക്ക് വെച്ച് നീട്ടിയത്. ഞാനാ പറഞ്ഞത് ആദ്യ ശമ്പളം ഭർത്താവിനെ ഏൽപ്പിക്കണമെന്ന്. ആ എനിക്ക് വേണ്ട കേട്ടാ. നിങ്ങൾ തന്നെ വാങ്ങിച്ചോണ്ടാ മതി. ഭാര്യ അഴിഞ്ഞാടി കൊണ്ടുവരുന്ന കാശ് കൊണ്ട് എന്റെ അമ്മയുടെ ജീവൻ രക്ഷിക്കാൻ മാത്രം നെറികെട്ടവനല്ല ഞാൻ. എടാ, നായേ. ശരിയായ നെറികേടിന്റെ ആൾരൂപ നീ. ഇപ്പൊ നീ പറഞ്ഞ വാക്കിനെ വലിയ വില കൊടുക്കേണ്ടി വരും നീ. അത് നീ താമോളെ. ഇതിന്റെ വില എന്താണെന്ന് ഇവൻ ഇന്നല്ലെങ്കിൽ നാളെ മനസ്സിലാവും. അതെ മോളെ, നിന്റെ ആദ്യത്തെ ശമ്പളത്തിൽ നീ വലിയൊരു പുണ്യ ചെയ്യാൻ പോകുന്നത്. ലതിക ജീവനോടെ തിരിച്ചു വന്നാ അതിന്റെ നന്ദി അവൾ നിന്നോട് കാണിക്കും. തൽക്കാലം ഇവന്റെ അച്ഛനെ അമ്മയെ ഓർത്ത് നീ ഇവനോട് ക്ഷമിച്ചേരും. അച്ഛൻ ഹോസ്പിറ്റലിലേക്ക് പോവാ. ഇനി താമസിച്ചൂടാ. സത്യ, ഇന്ദ്രേട്ടൻ വിളിച്ചിരുന്നോ? രാവിലെ വിളിച്ചിരുന്നു. എന്താ അടുത്തി? അല്ല, ഇന്ദ്രേട്ടൻ എന്ന് വരുമെന്ന് മറ്റോ പറഞ്ഞോ? ഏട്ടന്റെ സ്വഭാവം ഏട്ടത്തിക്ക് അറിയാലോ. അമ്മയ്ക്ക് വയ്യാത്തതുകൊണ്ട് 2 ദിവസം കഴിഞ്ഞ് പ്രതീക്ഷിച്ചാ മതി. കൂടെ നിന്ന് നോക്കി അത് ഭേദമാക്കിയിട്ട് വരൂ. അല്ല, എന്താ ഏട്ടത്തിക്ക് എന്തെങ്കിലും വാങ്ങാനോ മറ്റോ ഉണ്ടോ? അതൊന്നും അല്ല സത്യ, എനിക്ക് വീട് വരെ ഒന്ന് പോണമെന്നുണ്ട്. ഈ അവസ്ഥയില് രഘുവേട്ടനെ കണ്ടൊന്ന് ആശ്വസിപ്പിച്ചില്ലെങ്കിൽ അത് വലിയ തെറ്റാവും. ഇപ്പോഴത്തെ അവസ്ഥയില് ഇന്ദ്രേട്ടൻ വന്നാ പിന്നെ എനിക്ക് പോവാൻ പറ്റില്ല. ഇന്ദ്രേട്ടൻ വീടില്ല. അതുകൊണ്ട് ഇന്ദ്രേട്ടൻ വരുന്നതിന് മുമ്പ് ഒന്ന് പോയി കണ്ടാലോന്ന് ഓർത്തിട്ടാ. ശരി, അതാണോ കാര്യം? എങ്കി ഇപ്പൊ തന്നെ പോയേക്കാം. അയ്യോ, ഇപ്പൊ വേണ്ട, നാളെ രാവിലെ പോയാ മതി. അയ്യോ, അത് പിന്നെ ഏട്ടത്തി നാളെ രാവിലെ ഒരാളെ കാണാന്ന് പറഞ്ഞിരുന്നു. ഓ ആണോ? എങ്കി പിന്നെ ആ, അല്ലെങ്കിൽ അത് സാരമില്ല. നമുക്ക് രാവിലെ നേരത്തെ പോയിട്ട് വരാം. ഏട്ടത്തി വെളുപ്പിന് തന്നെ റെഡിയായിക്കോ. ശരി സത്യ, രാവിലെ ഞാൻ റെഡിയാവും. മോളെയാനോ, ഈ അവസ്ഥയിൽ നീ യാത്ര ചെയ്താ ശരിയാവോ? ആശുപത്രിയിൽ നിന്ന് വന്നിട്ട് ദിവസങ്ങളല്ലേ ആയിട്ടുള്ളൂ. അതൊന്നും സാരമില്ല ബാനുമ്മേ. ഇപ്പൊ എനിക്ക് വേദന നല്ല കുറവുണ്ടല്ലോ. അത് മാത്രമല്ല, സത്യം സൂക്ഷിച്ച് പതിയെ മാത്രല്ലേ വണ്ടി ഓടിക്കുള്ളൂ. അതുകൊണ്ട് ബാനുമ്മയ്ക്ക് ഒരു പേടിയും വേണ്ട. ഭാനുമ്മ പേടിക്കണ്ട. ഏട്ടത്തെ സേഫായിട്ട് തന്നെ ഞാൻ തിരിച്ചെത്തിച്ചോളാം. സൂക്ഷിച്ചു വേണം മോനെ. ബൈക്കിൽ യാത്ര ചെയ്യാനുള്ള സമയമൊന്നും ആയിട്ടില്ല. ഞാൻ ഏട്ടെന്ന് പറഞ്ഞില്ലേ, ധൈര്യമായിട്ടിരുന്നോ. അത് മതി. ആ, എങ്കി എന്റെ മോൻ പോയി കുളിച്ചിട്ട് വാ. ഭാനുമ്മ ഭക്ഷണം എടുത്തു വയ്ക്കാം. ആ ശരി. എനിക്കിപ്പോ വിനയേട്ടനെ കാണുന്നത് പോലും പേടിയാ. വിനയേട്ടൻ വീട്ടിൽ വന്നാണ് സംസാരിച്ചെങ്കിൽ ഞാൻ ശരിക്കും പേടിച്ച് മരിച്ചു പോയാന്. അവിടെ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു സൂചന ലഭിച്ച എന്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന് ചേച്ചി ഒന്ന് ആലോചിച്ച് നോക്ക്. എനിക്കും എന്റെ കുടുംബത്തിന് സമാധാനം തരാത്ത ഈ മനുഷ്യന് ഞാൻ എന്തിനാ സഹായിക്കുന്നത്? അപമാനവും വേദനയും മാത്രം തരുന്ന ഈ മനുഷ്യന് ഞാൻ എന്തിനാ ഇങ്ങനെ വെച്ച് വിളമ്പി കൊടുക്കുന്നത്? നാളത്തെ ആഹാരത്തിൽ കുറച്ച് പോയിസൺ ചേർത്ത് ഒരുമിച്ച് കഴിച്ച എന്റെ കുടുംബമെങ്കിലും രക്ഷപ്പെടും.